ക്രിപ്റ്റോ ലൈനപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്ഡേറ്റ്സുകൾ ഒത്തിരി ഉണ്ട്. പല വീഡിയോസും പെൻഡിങ് ആണ്. എങ്കിലും ഇന്ന് പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റാണ് ഇന്ന് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഡോക്ടർ എക്സ് നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് മാനേജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഐസ് ബ്ലോക്ക് ചെയിൻ്റെ തന്നെ പ്രോജക്റ്റായ ഡോക്ടർ എക്സിൻ്റെ KYC ഓപ്ഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് KYC ചെയ്യേണ്ടതുണ്ട്. കഴിഞ്ഞ ദിവസം നിങ്ങളിൽ ഒരു വെരിഫിക്കേഷൻ വന്നായിരുന്നു. വെരിഫിക്കേഷൻ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തു എന്ന് കരുതുന്നു. എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളതിൻ്റെ ഞാൻ ടെലഗ്രാമിലും അതുപോലെ തന്നെ വാട്സപ്പിലും അത് എൻ്റെ എങ്ങനെയാണ് എക്സാമ്പിൾ ഞാൻ കൊടുത്തായിരുന്നു. അത് നോക്കി ചെയ്യാത്തവർ നിങ്ങൾ ചെയ്യുക. ഇതിലെല്ലാം വർക്ക് ചെയ്യുന്നവർ ഒരു 12 മണിക്കൂറിലൊരിക്കൽ 12 മണിക്കൂർ കഴിയുമ്പോൾ തന്നെ മൈനിങ് നമുക്ക് റീസ്റ്റാർട്ട് ചെയ്യാൻ കഴിയും. അപ്പോൾ അങ്ങനെ നിങ്ങൾ റീസ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ഇതിലിപ്പോൾ പ്രധാനപ്പെട്ട വന്നിരിക്കുന്ന ഒരു അനൗൺസ്മെൻ്റ് ആണ്. ഇവിടെ നമുക്ക് നോക്കുമ്പോൾ ഇതിൻ്റെ KYCയുടെ അനൗൺസ്മെൻറ്റ് വന്നിട്ടുണ്ട്. KYC പാസ്സാകണം. KYC പാസ്സായി കഴിഞ്ഞാലേ നമുക്കിതിൽ നിന്ന് വിഡ്രോ കിട്ടത്തുള്ളൂ. അപ്പോൾ ഇത് ഡിസംബർ 4-ന് ഇതിൻ്റെ മൈനിങ് അവസാനിക്കുകയാണ്. ഇവിടെ നോക്കുമ്പോൾ താഴോട്ടൊക്കെ ഇതിൻ്റെ അപ്ഡേറ്റുകൾ വന്നിട്ടുണ്ട്. ഇവിടെ നോക്കുകയാണെങ്കിൽ മൈനിങ് എൻഡ് ഡിസംബർ 4-നാണ് ഇതിൻ്റെ മൈനിങ് അവസാനിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ KYC എങ്ങനെയാണ് നമുക്ക് ചെയ്യേണ്ടതെന്ന് നോക്കാം. സിമ്പിളായിട്ടുള്ള പ്രോസസ്സാണ്. നിങ്ങൾ തെറ്റിക്കാതെ ചെയ്യുക. ഒരു ഫേസ് വെരിഫിക്കേഷൻ മാത്രമാണ് ഇതിലുള്ളത്. അപ്പോൾ നിങ്ങൾ ആപ്ലിക്കേഷൻ നിങ്ങൾ ഓപ്പൺ ചെയ്യുക. ആപ്ലിക്കേഷൻ നിങ്ങൾ ഓപ്പൺ ചെയ്യുമ്പോൾ അത് അവിടെ ആൾറെഡി നിങ്ങൾ KYC ചെയ്തവരാണെങ്കിൽ ഓക്കെ, ഇല്ലാത്തവർക്കാണെങ്കിൽ അവിടെ നമുക്ക് നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ഈ ഡോക്ടർ എക്സ് ക്ലിക്ക് ചെയ്ത് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഇതിപ്പോൾ എൻ്റെ സ്ലാഷിംഗ് മോഡിലാണ് ഒന്നും തോന്നില്ല, ഇപ്പോൾ മൈനസ് ആയിട്ടില്ല. അപ്പോൾ ഇവിടെ എല്ലാ 12 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമുക്കിവിടെ വന്ന് മൈനിങ് റീസ്റ്റാർട്ട് ചെയ്യാൻ കഴിയും. അതുപോലെ തന്നെ ഈ കാണുന്ന ഈ ഭാഗത്തൊന്ന് ഇങ്ങോട്ട് ലെഫ്റ്റിലേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ എത്രത്തോളം നമ്മുടെ എന്താ പറയുക ഏണിംഗ് റേറ്റ് ഇവിടെ നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ എത്രത്തോളം സ്ട്രൈക്ക് നമ്മുടെ മെയിൻറ്റെയിൻ ആണ്. ഞാൻ 27 സ്ട്രൈക്ക് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. 3 ഡേ ഓഫ് എന്ന് പറഞ്ഞാൽ 3 ദിവസം ഞാൻ മൈൻ ചെയ്തില്ല എങ്കിലും ഓട്ടോമാറ്റിക്കലി ഇത് റണ്ണാകും. അപ്പോൾ സ്ട്രൈക്കും ഡേ ഓഫും നിങ്ങൾ ഈ കാണുന്ന എല്ലാ ആപ്ലിക്കേഷനിലും നിങ്ങൾ കീപ്പ് ചെയ്യുക. എങ്കിലേ നിങ്ങൾക്ക് നല്ലൊരു ബെനിഫിറ്റ് ഉണ്ടാകത്തുള്ളൂ. ഇല്ല എങ്കിൽ എന്ത് ചെയ്യുക, ഇത് മൈനസ് ആയിക്കൊണ്ടിരിക്കും. ഇത് നമ്മൾ നോക്കുമ്പോൾ ഇതിലെപ്പോഴെങ്കിലുമൊക്കെ നമ്മൾ ഇത് കറക്റ്റായിട്ട് നമ്മൾ ആക്റ്റീവ് അല്ല എങ്കിൽ ഇത് മൈനസ് ആകും. ഇതിപ്പോൾ എൻ്റെത് മൈനസായിട്ട് കാണുന്നില്ല, എങ്കിലും എപ്പോഴൊക്കെ കുറവ് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് KYC ചെയ്യേണ്ടതെന്ന് നോക്കാം. ഇതിലുള്ള ബാക്കി ടാസ്കുകളെല്ലാം നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക. ഏതെങ്കിലും ടാസ്കുകൾ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യാനുണ്ടെങ്കിൽ ആ ടാസ്കുകൾ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക. ഓക്കെ, ഇതിലിപ്പോൾ ഇത്രയും ടോക്കൺസ് കാണുന്നെന്ന് പറഞ്ഞ് ഇത്രയും ടോക്കൺസ് ഒന്നും എനിക്ക് കിട്ടാൻ പോകുന്നില്ല. എനിക്ക് 21 റെഫറലുണ്ട്. ഈ 21 പേരും KYC കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഈ കാണുന്ന ടോക്കൺസ് കിട്ടത്തുള്ളൂ. ഇല്ലെങ്കിൽ ഇതിൻ്റെ 4-1 5-1 പോലും കിട്ടത്തില്ല. അപ്പോൾ നമുക്കിത് നേരെ ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ KYC വെരിഫിക്കേഷൻ്റെ ഓപ്ഷൻ വരും. ഇവിടെ വന്നിട്ട് ഐ ആം എഗ്രി എന്ന് പറഞ്ഞ് ഇവിടെ കാണുന്ന ഇവിടെ വന്നിട്ട് കണ്ടിന്യൂ ചെയ്യുക. കണ്ടിന്യൂ ചെയ്ത് കഴിയുമ്പോൾ നെക്സ്റ്റ് നമ്മുടെ മുമ്പിലൊരു ഓപ്ഷൻ ഓപ്പണായി വരും. ഓക്കെ, അപ്പോൾ ഇവിടെ വന്നിട്ട് നെക്സ്റ്റ് ഇതുപോലെയാണ് ഓപ്ഷൻ ഓപ്പണായി വരുന്നത്. നമ്മുടെ കൺട്രി സെലക്ട് ചെയ്യുക. ഇന്ത്യ ഏതാണോ നിങ്ങളുടെ കൺട്രി, ആ കൺട്രി നിങ്ങളുടെ സെലക്ട് ചെയ്യുക. ഓക്കെ, കൺട്രി സെലക്ട് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് കണ്ടിന്യൂ കൊടുക്കുക. കണ്ടിന്യൂ കൊടുത്തു കഴിയുമ്പോൾ പിന്നെ കുറച്ച് കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. ഇവിടെ പറയുന്നത് മേക്ക് ഷുവർ നല്ല ക്വാളിറ്റിയിലുള്ള വീഡിയോ ആയിരിക്കണം, നല്ല വെളിച്ചം വേണം, അതുപോലെ തന്നെ ക്ലിയർ ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കണം, ഡാർക്ക് ഫോട്ടോ അലൗഡ് ചെയ്യത്തില്ല, അതുപോലെ നോ വെറി ഫോഗി വീഡിയോസ്, കൂടുതൽ നിഴലും മങ്ങലുമൊക്കെ ഉള്ള വീഡിയോസ് അലൗഡ് ചെയ്യത്തില്ല, ക്യാമറയുടെ ലെൻസ് ക്ലിയർ ആണോ എന്ന് നോക്കുക. അപ്പോൾ ഇത്രയും ക്ലിയർ ആണെങ്കിൽ ഈ കാണുന്ന ഈ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ എൻ്റെ ഇതെല്ലാം ക്ലിയർ ആണെന്ന് കരുതുന്നു. അപ്പോൾ ഞാൻ ഈ ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കണ്ടിന്യൂ കൊടുക്കുക. കണ്ടിന്യൂ കൊടുത്തു കഴിയുമ്പോൾ നെക്സ്റ്റ് ഒരു സൈറ്റ് ഓപ്പണായി വരും. സൈറ്റിൽ വന്നിട്ട് നമ്മുടെ സാധാരണ ഫേസ് വെരിഫിക്കേഷൻ ചെയ്യുന്നത് പോലെ തന്നെ എന്ത് ചെയ്യുക, നമുക്ക് നമ്മുടെ ഒരു റൗണ്ട് വരും. ആ റൗണ്ട് ദൂരെ നിന്ന് കാണിച്ചതിന് ശേഷം അടുപ്പിച്ച് കൊണ്ടുവരിക. അടുപ്പിച്ച് കൊണ്ടുവന്ന് കഴിയുമ്പോൾ നമുക്കത് കംപ്ലീറ്റ് ആക്കാൻ കഴിയും. ഞാൻ എൻ്റെ KYC കംപ്ലീറ്റ് ആക്കുകയാണ്. അപ്പോൾ ഇത് ഞാൻ എൻ്റെ KYC കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഒരു റൗണ്ട് ഇങ്ങനെ വരും. വന്നതിന് ശേഷം ദൂരെ നിന്ന് മുഖം അടുപ്പിച്ച് കൊണ്ടുവരിക. അടുപ്പിച്ച് കൊണ്ടുവരുമ്പോൾ തന്നെ താഴെ കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ എഴുതിയിരിക്കും. അതുകൂടെ നിങ്ങൾ ശ്രദ്ധിക്കുക. അത് നോക്കിയതിന് ശേഷം
എന്ത് ചെയ്യുക, അതിൽ ഇങ്ങനെ കണ്ണ് നല്ലോണം തുറന്ന് നോക്കണം. അപ്പോൾ അരക്കണ്ണൊന്നും അടച്ചു വെച്ചിരിക്കരുത്, എങ്കിൽ KYC റെഡിയാകത്തില്ല. അതിനുശേഷം അടുത്ത് വയ്ക്കുക. അടുത്ത് വെച്ചതിന് ശേഷം താഴെ എന്ത് എഴുതിയിരിക്കുന്നോ അത് നോക്കുക. അത് താഴെ പറയുന്ന 10 ലെഫ്റ്റ്, അത് 10 ലെഫ്റ്റ് ആകുക, ഇടത്തേക്ക് നോക്കുക. അതിനുശേഷം തിരിച്ച് ക്യാമറയിൽ നോക്കുക. പിന്നെ 10 റൈറ്റ് എന്ന് എഴുതി കാണിച്ചു. ഞാൻ അങ്ങനെ ചെയ്തു. അതിനുശേഷം മടങ്ങി വന്നു. അപ്പോൾ അതിനുശേഷം കറക്റ്റ് ക്യാമറയിൽ നോക്കാൻ പറഞ്ഞു. അപ്പോൾ കറക്റ്റായിട്ട് ക്യാമറയിൽ നമ്മൾ നോക്കി. അപ്പോൾ KYC എൻ്റെ വെരിഫൈഡ് ആയിട്ടുണ്ട്. KYC വെരിഫൈഡ് ആയിട്ടുണ്ടെങ്കിൽ അവർ പറയുന്ന ഒരു ബാഡ്ജ്, ഈ ഒരു ടിക്ക് ബാഡ്ജ് നമുക്ക് കിട്ടുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് കണ്ടിന്യൂ കൊടുക്കുക. കണ്ടിന്യൂ കൊടുത്തു കഴിയുമ്പോൾ നമ്മുടെ മൈനിങ് റീസ്റ്റാർട്ട് ആകും. ഈ KYC നിങ്ങൾ ചെയ്തില്ല എങ്കിൽ നിങ്ങളുടെ മൈനിങ് റീസ്റ്റാർട്ട് ആകത്തില്ല. ഓക്കെ, അത് കഴിഞ്ഞ് ഇവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. മൈനിങ് റീസ്റ്റാർട്ട് ആയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ വന്നിട്ട് നിങ്ങൾ ഇതുവരെ ഇവിടെ ഒരു ബാഡ്ജ് കണ്ടിട്ടില്ല. ഈ ഒരു ബാഡ്ജ് വന്നു. അപ്പോൾ ഐസ് നെറ്റ്വർക്കിൽ നമുക്ക് ഇതുപോലെ ബാഡ്ജ് വന്നവർക്കാണ് എന്ത് പറയുക, നമ്മുടെ KYC നമുക്ക് വിഡ്രോ കിട്ടിയത്. അപ്പോൾ ഇതിൽ എൻ്റെ കുറേ റെഫറലൊക്കെ ഉണ്ട്. അപ്പോൾ ടീം ഇവിടെ നോക്കുകയാണെങ്കിൽ ആൾറെഡി ഇതിൽ 1-2 പേര് KYC ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, ബാക്കിയുള്ളവർ കുറച്ച് പേരൊക്കെ ചെയ്തിട്ടുണ്ട്. നല്ല കാരണം കുറേ ബാക്കിയുള്ളവരെ ഞാൻ ഇടയ്ക്കിടയ്ക്കൊക്കെ ഇങ്ങനെ പിക്ക് ചെയ്ത് വിടുന്നുണ്ട്. നിങ്ങൾ മറന്നു പോകണമെങ്കിലും എന്ത് ചെയ്യുക, നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ വേണ്ടി ഞാനിങ്ങനെ റിമൈൻഡർ അയക്കുന്നുണ്ട്. ഓക്കെ, നമ്മുടെ മെമ്പർഷിപ്പിലുള്ള നമ്മുടെ കൂടെയുള്ള ടീമിന്. അപ്പോൾ എല്ലാവരും നിങ്ങൾ എന്ത് ചെയ്യുക, KYC കംപ്ലീറ്റ് ചെയ്യുക. KYC കംപ്ലീറ്റ് ചെയ്തില്ല എങ്കിൽ നിങ്ങൾ ഈ മൈൻ ചെയ്യുന്നത് കൊണ്ട് ഒരു പ്രയോജനമില്ല. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഇതുവരെ നിങ്ങൾ ജോയിൻ ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക. ഡിസംബർ 4-ാം തീയതിയോടുകൂടി ഇതിൻ്റെ മൈനിങ് അവസാനിക്കും. നമുക്കിതിൽ നിന്ന് വലിയൊരു പ്രോഫിറ്റ് അല്ലെങ്കിൽ ചെറിയൊരു പ്രോഫിറ്റ് ഉണ്ടാകാനാണ് സാധ്യത. ഐസിൻ്റെ വില കൂടിക്കൊണ്ടിരിക്കുന്നു. ബിറ്റ്കോയിൻ 90,000 കഴിഞ്ഞു. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിടുക. വീഡിയോ കണ്ട് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.